കൊച്ചി അർബൻ 2 സെക്ടർ 1-ലെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 17-ാം ഡിവിഷൻ കൗൺസിലർ രഞ്ജിത്ത് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അർബൻ 2 സെക്ടർ 1-ലെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ വർണ്ണാഭമായി നടന്നു. കൊച്ചി കോർപ്പറേഷൻ 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 17-ാം ഡിവിഷൻ കൗൺസിലർ രഞ്ജിത്ത് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമായി രണ്ടാണെങ്കിലും മനസ്സൊന്നാണ്. അവിടെ ഇതൊരു മറയാവരുത്, ഒരു ബാരിയർ ആവരുത്. നല്ല കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന ആരൊക്കെ എതിർത്താലും പിന്തുണയ്ക്കും, ഉറപ്പുള്ള കാര്യമാണ്. അതാ അപ്പം അതിന് നമ്മൾ ഭാഗത്തുനിന്ന് എതിർപ്പൊക്കെ വരും. മാഷത്ത് പണി കാണിച്ചത് കുറച്ചൊക്കെ വഴക്ക് കേൾക്കും, സാരമില്ല, നല്ല കാര്യത്തിന് വേണ്ടിയല്ല. അപ്പം ഇപ്പം റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന കമലം ടീച്ചറിനെ പോലുള്ള റിട്ടയറിൻ്റെ അർത്ഥം എന്താ? റീടയർമെൻ്റ് ആണ്. വീണ്ടും റീടയർമെൻ്റ് ആണ്. വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ളൊരു സ്റ്റേജാണത്. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ പ്രിയപ്പെട്ടവരായി ടീച്ചർ മാറിയത് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, കമലമ്മ ടീച്ചർ പറയുമ്പോൾ ഈ 10 പേരും അതിൽ ഉൾപ്പെടും കേട്ടോ. ഞാൻ ഒരാളെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 30-32 വർഷമായല്ലേ ടീച്ചറെ? 31. ഇത്രയേറെ വർഷം അംഗനവാടിയുടെ ടീച്ചറായിട്ട് ഇരിക്കുക എന്നത് വളരെ ടാസ്ക്കാണ്. വളരെ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ടീച്ചർ കാണുമ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാൻ പറ്റുന്ന ഒരു പദവിയാണ്. പക്ഷെ അതിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വലിയ വെല്ലുവിളി നിറഞ്ഞാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ പേര് മോശമാകുവാനും നമ്മളുടെ സ്ഥാനം തന്നെ ഇല്ലാതാകുവാനും എന്തിനും പറ്റാവുന്നൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു പദവിയാണ് ഈ കഴിഞ്ഞ 31 വർഷക്കാലം കമലമ്മ ടീച്ചറിന്റെ കൂടെയുള്ള എല്ലാവരും. ബാക്കിയുള്ളവരുടെ വർഷങ്ങൾ എനിക്കറിയില്ല, എന്നാലും കമലമ്മ ടീച്ചറുടെ കാര്യം ഞാൻ പറയാം. സെക്ടർ 1-ലെ ലീഡർ ജൂലി തോമസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഒരുപാട് പേര് ഒന്നിച്ചിരുന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പോയത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും പേര് ഒന്നിച്ചിരിക്കുന്ന ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഇപ്പം നമ്മുടെ ഫസ്റ്റ് സെക്ടറിനെ നോക്കിയാൽ വൈകാരികമായ ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ഒരു ഇത് നടക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ടറിൻ്റെ നാഡി മിടിപ്പുകൾ എന്ന് പറയുന്ന കുറേ ആൾക്കാർ തന്നെയാണ് ഇന്ന് പോകുന്നത്. 15-ാം ഡിവിഷൻ കൗൺസിലറായ ജീജ ടെൻസൺ, CDPO ഈശ്വരി SS, മുൻ CDPOയും റിട്ടയർഡ് പ്രോഗ്രാം ഓഫീസറുമായ ഖദീജ PK, കൊച്ചി അർബൻ 1-ലെ CDPO ലിഷ സേവ്യർ, മുൻ CDPO ഇന്ദു S, CDPO രേണുക AP, സൂപ്പർവൈസർ ട്രീസ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ചടങ്ങിൽ റിട്ടയർഡ് ആകുന്നവർക്ക് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റിട്ടയർഡ് ആകുന്ന സാധന KV, കമലമ്മ VK, ട്രീസ AM, റുക്കിയ BMA, എലിസബത്ത് KJ, ആനി ജുവാന, സജിനി VM, ഹെൽപ്പർമാരായ സുജാത PP, ജമീല, മോഹിനി, ഹെൽപ്പർമാരുടെ പ്രതിനിധി സബിത MB എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. 13 വർഷത്തെ സക്സസ്ഫുൾ ജേർണി, 250-ലേറെ ബ്രാഞ്ചുകൾ, ട്രൂലി ഇന്റർനാഷണൽ, ദ UK കോൺസെപ്റ്റ് പ്രീ സ്കൂൾ.